ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പ്രിപ്പറേഷനൊക്കെ നന്നോളം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് PSC നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടതെന്ന് പറഞ്ഞത് സിലബസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10th മെയിൻസിൻ്റെ സിലബസ് എടുക്കാൻ നമുക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ നോക്കിയാൽ മതി, നമുക്കത് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല നമുക്ക് എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന ഒരു കൺഫ്യൂഷനായിരിക്കും. അതിനാണ് ഈ സിലബസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിലബസ് എടുക്കുക, ഒന്ന് അനലൈസ് ചെയ്യുക, മൊത്തത്തിലൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, GK, പിന്നെ കറണ്ട് അഫേഴ്സ്, ഇങ്ങനെ ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പോർഷൻസാണ് നമ്മൾ കവർ ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു ഇലാബറേറ്റ് ആയിട്ട് നമ്മളൊന്ന് വായിച്ചെടുക്കുക കേട്ടോ. എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നമ്മൾ മനസ്സിരുത്തി ഒന്ന് വായിക്കുക. അത് സിലബസ് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബുക്ക് മസ്റ്റായിട്ട് മേടിക്കാൻ പറ്റുന്നവർ മസ്റ്റായിട്ട് മേടിക്കുക, അല്ലാത്തവർ നമുക്ക് വീഡിയോസൊക്കെ കിട്ടും. എന്നാലും അത് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കയ്യിൽ ബുക്സ് ഉള്ളിടത്തോളം കാലം അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. കാര്യം നമ്മൾ എത്ര യൂട്യൂബ്സിൽ വീഡിയോസ് കണ്ടാൽ നമ്മൾ നോട്ട് റൈറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ റെക്കോർഡ് സെഷൻ വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കണം നമ്മളല്ലേ. അതിനിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളിലോട്ട് പോകും, നോട്ടിഫിക്കേഷൻസ് ഒന്നും അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ അതിനാണ് മൊബൈൽ മാറ്റി വെച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാക്സിമം ബുക്കുകൾ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുക, അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ടൈം നോക്കുക, നമ്മളെങ്ങനെ എത്ര സമയത്തിൽ നമ്മളിത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതൊരു കൺസെപ്ഷൻ നമുക്ക് എത്ര ആവുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക, ടൈം നോക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ബുക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് മേടിച്ച് വയ്ക്കുക. അതൊന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അത് നമ്മളെടുത്ത് ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. നമുക്ക് ബേസാണ്, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെ അറിയാമെന്ന് നമുക്കൊന്ന് നോക്കുക. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് നിങ്ങൾ എക്സ്പ്ലനേഷനോടുകൂടി പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. PVQ കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആദ്യമേ നിങ്ങൾ പഠിച്ച് തുടങ്ങുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ എടുത്തിട്ട് നമ്മളൊരു 1 വീക്ക് വെച്ച് പഠിച്ച് തീർക്കാൻ നോക്കൂ. കാര്യം നമ്മൾ നിങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ 1 വീക്കൊന്നും വേണ്ട. അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് 1 by 1 പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന്. അല്ലാത്തവരാണെങ്കിൽ 1 വീക്ക് എടുത്ത് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് അങ്ങനെ നിങ്ങളൊരു മാക്സിമം ഒരു മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എടുത്ത് ആദ്യം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ഒന്ന് പഠിച്ച് ബൈഹാർട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. നിങ്ങളിത് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും പഠിച്ച് തുടങ്ങാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്കൊരു ബേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒന്നീ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു 1 വീക്ക് എടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടി പഠിച്ചെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു SCERT ബുക്സിൻ്റെ ഒരു കളക്ഷനാണ്. 5th തൊട്ട് 10th വരെയുള്ള ഒരു ബുക്സ് വേണം, മസ്റ്റായിട്ട് വേണം. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ കഴിഞ്ഞ ഏതൊക്കെ വർഷങ്ങളിലെ കഴിഞ്ഞ കുട്ടികൾ കാണുമല്ലോ, അവരുടെ നിന്ന് ബുക്ക്സ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സമഗ്ര ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകൾ കാണും, അതിൽ നിന്ന് നിങ്ങൾ നോട്ട്സ് എഴുതി ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ നോട്ട്ബുക്കുകൾ മേടിച്ച് വയ്ക്കുക. നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും പേപ്പർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പേപ്പർ ഒരു പേപ്പർ മേടിച്ചിട്ട് അങ്ങനെ എഴുതി ഒരുമിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഈ നോട്ട്ബുക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഓരോരോ സബ്ജക്റ്റിന് ഓരോരോ ഇതാക്കുക. ഇപ്പോൾ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ 5th തൊട്ട് 10th വരെ മാക്സിമം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ബുക്ക് മേടിക്കുക, അങ്ങനെ എഴുതി നിങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെ ഓരോ സബ്ജക്റ്റും മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ സമയമുണ്ട്, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബേസ് തൊട്ട് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്ത് വന്നാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ വെച്ച് ഒരു മാക്സിമം ഒരു നല്ല റാങ്കിലോട്ട് ഇടം പഠിക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ ബേസ് തൊട്ട് നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം SCERT നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് അതിനാണ്. അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണം, 10 വരെയുള്ളത് കഴിഞ്ഞതിന് ശേഷം +1 +2ൻ്റെ ടെക്സ്റ്റ് കൂടി നിങ്ങൾ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മലയാളം വെർഷൻസ് കിട്ടും,
ഇംഗ്ലീഷിൽ നമ്മൾ മലയാളം വേർഷൻ അടിച്ചു കൊടുക്കുക, അങ്ങനെ കിട്ടും. അതും നിങ്ങൾ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റാങ്ക് ഫയൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ, ലക്ഷ്യയുടെ ടാലൻറ്റിൻ്റെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഏത് റാങ്ക് ഫയലാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ റാങ്ക് ഫയൽസ് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ശരിക്കും നമ്മുടെ ഒരു ബേസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ റാങ്ക് ഫയൽ മസ്റ്റാണ്. നിങ്ങളൊരു റാങ്ക് ഫയൽ മേടിക്കുക തന്നെ വേണം കേട്ടോ. 10th ഒരു റാങ്ക് ഫയൽ മതി. നിങ്ങളെ ബേസ് തൊട്ട് തുടങ്ങണം. അതുകൊണ്ടാണ് 10th മെയിൻസിൻ്റെ റാങ്ക് ഫയലായാലും മതി. 10th മെയിൻസിൻ്റെ റാങ്ക് ഫയൽ മേടിച്ച് വയ്ക്കുക. ഒരു പബ്ലിക്കേഷൻ മാത്രം വാങ്ങിക്കുക. അത് നിങ്ങൾ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഒരുപാട് ബുക്സുകളൊന്നും മേടിക്കരുത്. നിങ്ങൾ ഇത്ര ഓർഡറായിട്ട് മേടിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ സബ്ജക്റ്റ് വൈസ് പറയാം. മാത്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ക്ലാസ്സസ്, അതിൻ്റെ ടോപ്പിക്സ് എടുക്കുക. ഓരോ ടോപ്പിക്സിലേക്ക് മാത്സ് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് കണക്റ്റായിട്ടുള്ള SCERTയുടെ ടെക്സ്റ്റിൽ നിങ്ങൾ എടുത്ത് അതിൻ്റെ നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പം അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏത് ചാപ്റ്ററാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ പഠിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ SCERT നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ PYQ എടുത്ത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ PYQ എടുത്ത് ചെയ്യാം. ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ നമുക്ക് SCERTയുടെയും നമ്മുടെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് മാത്സിൻ്റെയും കിട്ടും. അത് മേടിച്ച് ഓരോ ടോപ്പിക് വൈസായിട്ട് ചെയ്തെടുക്കാം. ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ആദ്യം റൂൾസ് പഠിച്ചെടുക്കുക. ഇംഗ്ലീഷിൻ്റെ റൂൾസാണ് മസ്റ്റ് ആദ്യമായിട്ടുള്ളത്. അങ്ങനെ റൂൾസ് ആദ്യം പഠിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ വീണ്ടും റിവിഷൻ കൊടുക്കുക. വീണ്ടും അതിലോട്ട് തന്നെ വീണ്ടും പോവുക ചെയ്യുക. അങ്ങനെ അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ SCERT ബുക്സിൽ നമുക്ക് സിനോണിംസൊക്കെ ആൻറ്റോണിംസൊക്കെ വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് മലയാളമാണ്. മലയാളത്തിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ഗ്രാമർ ഉണ്ടെങ്കിൽ അങ്ങനെ സിലബസ് എല്ലാം എടുത്ത് വെച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ മലയാളത്തിൻ്റെയും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തുവെങ്കിലും പിന്നീട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ ഈ SCERT പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം പറ്റുവാണെങ്കിൽ ഒരു 2 മണി തൊട്ട് 3:15 അല്ലെങ്കിൽ 3:30 വരെയുള്ള ടൈമിൽ നിങ്ങൾ ഈ PSC നമ്മൾ എങ്ങനെ എക്സാം PSCയുടെ ടൈം അങ്ങനെയാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. 2 മണി തൊട്ട് 3:15 അല്ലെങ്കിൽ 3:30 വരെ. പിന്നെ ഒരു മസ്റ്റായിട്ട് വേണ്ടത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഡെയിലി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് എല്ലാം നമ്മൾ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്ത് എല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക. അങ്ങനെ പോകെ നിങ്ങൾക്ക് എഴുതാതെ തന്നെ റിവിഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാതെ തന്നെ അത് ബൈഹാർട്ടാക്കാവുന്നതേ ഉള്ളൂ. അത് ഡെയിലി റീഡിങ്ങിൽ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി ന്യൂസ് റീഡ് ചെയ്ത് നിങ്ങൾ CA നോട്ട്സ് എഴുതി വയ്ക്കുക. അതിന് റിവിഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾ പറഞ്ഞുതരാം. ഒന്നുകൂടെ സിലബസ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, SCERT ബുക്സ് എടുക്കുക, റാങ്ക് ഫയൽ എടുക്കുക, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ എടുക്കുക. പിന്നെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. കമ്പൽസറി ആയിട്ട് കറണ്ട് അഫേഴ്സ് പഠിച്ചു പോവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ബിഗിനേഴ്സ് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, താഴെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഓക്കെ, കീപ് ഗോയിങ്. താങ്ക് യു ഓൾ. ബൈ.